ഹയർ സെക്കൻഡറിയിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ച ഒരാളാണ് മെഡിക്കൽ കോഴ്സ് എടുക്കണം. പക്ഷെ മെഡിക്കൽ കോഴ്സ് എടുക്കുമ്പോൾ നോർമലി ഏത് കോഴ്സ് എടുക്കണം? നേഴ്സിംഗ് ആണല്ലോ ഏറ്റവും കൂടുതലും ബൂമായിട്ടേക്കുന്നത്. അപ്പൊ നേഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പൊതുവെ നേഴ്സിങ്ങിനെ പറ്റി സംസാരിക്കണ്ട എന്ന് വിചാരിച്ച ഒരാളാണ്. കാര്യം എല്ലാവരും അന്വേഷിക്കുന്ന കോഴ്സാണ്, എല്ലാവർക്കും പൊതുവെ അറിയാം, അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ ഒരു ബൂമ് കാരണം അതേപോലെ തന്നെ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ പറ്റുമോ, അതേപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പറ്റുമോ, ഞാൻ ചെയ്തത് മണ്ടത്തരമായിപ്പോയി. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തേക്കാന്ന് കരുതി. അതുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ നേഴ്സിംഗ്, GNM. GNM എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക്, അതേപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചവർക്ക്, അതേപോലെ തന്നെ സയൻസ് പഠിച്ചവർക്കാണെങ്കിലും എടുക്കാൻ പറ്റുന്ന നേഴ്സിംഗിന്റെ കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഡിപ്ലോമ ലെവൽ കോഴ്സാണ്. ഡിഗ്രി ലെവലല്ല, ഡിപ്ലോമ ലെവൽ കോഴ്സാണ്. നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു നേഴ്സായിട്ട് നമുക്ക് ജോലി കയറാൻ പറ്റും. ഇന്ത്യക്കകത്ത് അതായത് ഗവൺമെന്റ് സർവീസിൽ കയറാം, അതേപോലെ തന്നെ ഇന്ത്യക്കകത്ത് പ്രൈവറ്റ് സെക്ടേഴ്സിൽ കയറാം, അതേപോലെ തന്നെ ഔട്ട്സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ എക്സാംസ് ഓരോരോ കൺട്രീസ്, ഇപ്പൊ ഗൾഫ് കൺട്രി എടുക്കുകയാണെങ്കിൽ ഗൾഫിൽ ഓരോരോ കൺട്രീസ്, അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രി എടുക്കുകയാണെങ്കിൽ അതാത് കൺട്രി ഏത് ലൈസൻസിങ് അല്ലെങ്കിൽ ഏത് പെർമിഷൻ എക്സാം ആണോ ഉദ്ദേശിക്കുന്നത് ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. BSc നേഴ്സിങ്ങിനോട് ഒപ്പം എന്ന് ഞാൻ പറയുന്നില്ല, BSc നേഴ്സ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇത്തിരി കുറവാണെങ്കിലും സാലറിയുടെ അത്യാവശ്യം നല്ല സാലറി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് ജനറൽ നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞുള്ള കോഴ്സ്. പിന്നെ ഈ കോഴ്സ് ഒരു കമ്പാരിസൺ പലരും ചോദിക്കാറുണ്ട്. BSc നേഴ്സിംഗ് 4 വർഷത്തെ കോഴ്സ് ഡിഗ്രി കിട്ടുന്നു, എന്നാ പിന്നെ അതിന്റെ പകുതി പൈസക്കൊക്കെ നമുക്ക് GNM പഠിക്കാൻ പറ്റുന്നു, എന്നാ പിന്നെ അത് എടുത്തൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എടുക്കുന്നത് നിങ്ങളുടെ താല്പര്യമാണ്. ഇപ്പൊ BSc നേഴ്സിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പരിഗണന കൂടുതലും ഫസ്റ്റ് പ്രയോറിറ്റി BSc നേഴ്സിംഗ് പഠിക്കുന്ന ഒരാൾക്ക് തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് GNM പഠിക്കുന്ന ഒരാൾക്കായിരിക്കും. എല്ലാ ഹോസ്പിറ്റലും BSc നേഴ്സിംഗ് പഠിച്ചവരെയും GNM പഠിച്ചവരെയും എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കുറച്ച് സാലറി കൊടുത്താൽ മതി, പണിയല്ല അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട പണിയല്ല പഠിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവര് അതിനെ പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് BSc നേഴ്സിംഗ് എടുത്തിട്ട് കുറച്ച് GNM-കാരെ അവരെടുക്കുന്നത്. പിന്നെ നമ്മുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് BSc നേഴ്സിംഗ് പഠിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് പൈസ കുറവായി നമുക്ക് പഠിക്കാം. ഒരു സാധാരണ കുടുംബം എക്സാമ്പിൾ എടുക്കാം. ഒരു സാധാരണ കുടുംബം, ആ സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പൈസയില്ല, എന്നാൽ കുട്ടി അധികം പഠിക്കുന്നുമില്ല, ഏത് കോഴ്സ് എടുക്കണമെന്ന് വലിയൊരു അറിവുമില്ല. നേഴ്സിംഗ് എല്ലാവരും പോകുന്നു രക്ഷപ്പെടുന്നു എന്നൊരു ധാരണയിൽ നേഴ്സിംഗ് എടുത്തു. അപ്പം നേഴ്സിംഗ് അവർക്ക് നേഴ്സിംഗ് എടുക്കണം. അങ്ങനെ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് GNM. അവർക്ക് ഒരു 3-4 ലക്ഷം രൂപയ്ക്ക് ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. അപ്പൊ അവർ ആ പൈസക്ക് ഈ കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കും അത്. അതേപോലെ തന്നെ 3 വർഷത്തിനുള്ളിൽ അവർക്ക് പഠിച്ചിട്ട് നേരെ ഡയറക്റ്റ് എവിടെങ്കിലും ജോലിക്ക് കയറാം. ഇനി ജോലിക്ക് കയറി അവര് ഒരു 2-3 വർഷമൊക്കെ ജോലി ചെയ്ത് അതിനുശേഷം BSc നേഴ്സിംഗ് ആയിരുന്നു അവർക്ക് നല്ലത് എന്ന് അവർക്ക് തോന്നുവന്നിരിക്കട്ടെ. അതായത് BSc നേഴ്സിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സാലറി കിട്ടുമായിരുന്നു എന്ന് തോന്നുന്ന ഒരു പോയിന്റ് വരും. അത് ഉറപ്പായിട്ടും വരും. അപ്പൊ ആ പോയിന്റിൽ അവർക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് അവർക്ക് പോസ്റ്റ് BSc എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. പോസ്റ്റ് BSc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്. വലിയ ചെലവില്ല, ഒരു 1-2 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. GNM അല്ലെങ്കിൽ ANM കഴിഞ്ഞവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ BSc നേഴ്സിംഗിനൊപ്പം എത്താൻ, BSc നേഴ്സിംഗിന് തുല്യമായ രീതിയിൽ പരിഗണിക്കപ്പെടാനായിട്ട് ഈ കോഴ്സ് പഠിച്ചാൽ മതി. അപ്പൊ ഈ കോഴ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ BSc നേഴ്സിംഗിന് തുല്യമാവും. ഈ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലിൽ GNM പഠിച്ച കുട്ടികളൊക്കെ ഇതേപോലെ ഈ കേസിൽ, അതായത് പോസ്റ്റ് BScയുടെ കേസിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ അവരെ ലീവിന് വിട്ട് എക്സാം എഴുതിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ആവശ്യത്തിനൊക്കെ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതിന്റെ അഡ്മിഷൻസിന്റെ ആവശ്യത്തിനും കാര്യത്തിനും ഒക്കെ അവരെന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ വർഷവും പോസ്റ്റ് BScയുടെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്.
അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ജോലി ചെയ്യുന്നുണ്ട്. ലോജിക്കലി നോക്കുകയാണെങ്കിൽ അവര് BSc നേഴ്സിങ്ങിനെക്കാട്ടിലും ഒരു പകുതി പൈസക്ക്, എന്നാൽ അവര് BSc നേഴ്സിംഗ് പഠിച്ച് അവര് ജോലിക്ക് കയറുന്നതിനെക്കാട്ടിലും മുന്നേ ഇവര് ജോലിക്കും കയറുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിന് കഷ്ടപ്പെട്ട് 8, 9, 10 അല്ലെങ്കിൽ 15 ലക്ഷം രൂപയൊക്കെ മുടക്കി പഠിക്കുന്ന ആൾക്കാരുണ്ട്. ലോണൊക്കെ എടുത്ത് ഒരു പരിവമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോകുന്നതിലും നല്ലത്, എന്റെ ഒരു പോയിന്റ് ആണ്, അതിൽ പോകുന്നതിലും നല്ലത് ഈ കോഴ്സ് എടുക്കുന്നതാണ്. ഇതാകുമ്പോൾ 3 വർഷം കൊണ്ട് തീരും. ഇത് അവസാനിക്കുകയാണ് അതാണെന്നൊക്കെ കുറെ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു റൂമർ എപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാ വർഷവും ഇപ്പം കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഈ ഒരു കോഴ്സിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സയൻസ് പഠിച്ചവരും ഇത് എടുക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിച്ചവർ മാത്രമല്ല, സയൻസ് പഠിച്ചവരും ഈ കോഴ്സ് എടുക്കുന്നുണ്ട്. അവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇത്രയും പൈസ മുടക്കാനില്ല, എന്നാ നേഴ്സിംഗ് പഠിക്കണം, സുഖമല്ലേ, ഇതെടുത്താൽ മതി, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ ഇതിന്റെ ഒരു സാലറി എന്ന് പറയുമ്പോൾ എപ്പോഴും BSc നേഴ്സിംഗ് പഠിക്കുന്ന ഒരാളെക്കാട്ടിലും ഒരു കുറച്ച് കുറവായിരിക്കും. അതായത് അവരൊരു 100 രൂപ വാങ്ങിക്കുന്നെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് 80 രൂപയായിരിക്കും. ആ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ അവരെടുക്കുന്ന ആ കോഴ്സ് പഠിക്കാനായിട്ട് എടുക്കുന്ന എഫേർട്സും കാര്യങ്ങളും എല്ലാം അതിന് തക്കവണ്ണം വ്യത്യാസമുണ്ട്. പിന്നെന്താ, അക്കാഡമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽസ് എല്ലാം ഓൾമോസ്റ്റ് 2 പേർക്കും ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ തിയറി ബേസ് ചെയ്തിട്ടും എക്സാംസിന്റെ ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടും കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ബാക്കി അത്യാവശ്യം വേണ്ടുന്ന പ്രാക്ടിക്കലും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കും. പിന്നെ മെയിൻ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എക്സ്പീരിയൻസിനായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രാക്ടിക്കലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. നല്ലൊരു അഫിലിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള കോളേജിൽ, അത്യാവശ്യം പ്രാക്ടീസ് കിട്ടുന്ന ഒരു കോളേജിൽ നമ്മൾ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന BSc നേഴ്സിംഗിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ലാഭകരമായെന്ന് പറയത്തക്കോണമുള്ള നല്ലൊരു കോഴ്സാണ് GNM. ഞാൻ പറഞ്ഞത് കൊണ്ട് ഇനി BSc നേഴ്സിംഗ് വിട്ടിട്ടാരും GNM-ലോട്ട് വരണ്ട. ഇപ്പോഴും ഒരു മുൻതൂക്കം BSc നേഴ്സിംഗിന് തന്നെയാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥിതി, നമുക്ക് അത്രയും മാർക്കും കാര്യങ്ങളും ഇല്ല, നമുക്ക് ഔട്ട്സൈഡ് പോയാണ് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ചോയ്സ് തന്നെയാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് എടുക്കാൻ ബെറ്റർ ഓപ്ഷൻസ്. ഈ കോഴ്സിനെ പറ്റിയോ അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ലിങ്ക് കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.